ആ കേസിൻ്റെ അതിനകത്ത് ഈ പറയുന്ന എയർപോർട്ട് ആക്ട് അനുസരിച്ചോ അല്ല അങ്ങനത്തെ വകുപ്പുകളൊന്നുമില്ല. അതിന് സാങ്ഷനും കൊടുത്തിട്ടില്ല. ഇവരെ ഭീകരമായിട്ട് മരിച്ച് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഇവരെ പരാതി കേൾക്കാൻ കൂടി തയ്യാറായില്ല. അതേസമയത്ത് ഇവർ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു. ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഇപ്പം കോടതിക്ക് മനസ്സിലായി ഇവർക്ക് ഭീകരമായ മർദ്ദനമായിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് എയർപോർട്ടിന് ഫ്ലൈറ്റിനകത്ത് വെച്ചുണ്ടായാണ്. അതിന് കോഗ്നിസൻസ് കോടതി എടുത്തല്ലേ പറ്റുള്ളൂ. അത് EP ജയരാജനല്ല ആരായാലും അതിനകത്ത് കോഗ്നിസൻസ് എടുക്കും. കാരണം പൈലറ്റ് അതിനകത്ത് വന്ന് സാക്ഷി പറയും, അല്ലെങ്കിൽ അതിനകത്തെ സ്റ്റാഫുകൾ, അതിനകത്ത് എയർപോർട്ടിനകത്തുണ്ടായിരുന്ന അവരുടെ ക്രൂ അവരൊക്കെ വന്ന് ഈ കൃത്യമായിട്ട് ഈ സംഭവം പറയുകയും ചെയ്യും. അതിനകത്ത് എവിഡൻസ് ഉണ്ട്. കോടതി അതുകൊണ്ടാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അത് തള്ളിക്കളഞ്ഞില്ല, അത് പ്രൊസീഡ് ചെയ്യാൻ. പോലീസ് അത് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് കോടതി അംഗീകരിച്ചില്ല. കാരണം ഇവർക്ക് ഭീകരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം കോടതിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എയർപോർട്ടിനകത്ത് വെച്ച് അല്ലെങ്കിൽ അതിനകത്താണ് സംഭവം. അത് ട്രിവാൻഡ്രം എയർപോർട്ട്. അപ്പോൾ ജൂറിസ്ഡിക്ഷണൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഫ്ലൈറ്റിനകത്ത് വെച്ചുണ്ടായൊരു സംഭവം ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. അതിനകത്ത് ഭീകരമായ 2-3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിന് കോഗ്നിസൻസ് കോടതി എടുക്കും, അത് മാറ്റി നിർത്താൻ പറ്റില്ല. അതേസമയത്ത് മുഖ്യമന്ത്രിയുടെ നേരെ എന്തെങ്കിലും അക്രമം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊരു സംഭവം അവിടെ ഇല്ല. അവർ മുദ്രാവാക്യം വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പല മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ നേതാക്കന്മാർ മനഃപൂർവ്വം ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി കള്ളം പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. അവരാരും അതും വിശ്വസിച്ചു. വീണ ജോർജിൻ്റെയൊക്കെ ഉദാഹരണം അതാണ്. അപ്പോൾ ആ രീതിയിൽ CPM ലീഡേഴ്സ് പലരും അവർ വേറൊരു കഥയുണ്ടാക്കി മെനഞ്ഞ് അതിലേക്ക് നിയമം നടപ്പാക്കുന്നത് അതിനി കേരളത്തിൽ വിലപ്പോകില്ല. കാരണം ഒത്തിരി സംഭവങ്ങൾ ഇതും അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നമുക്കറിയാമല്ലോ, അവിടെ ആലപ്പുഴയിലെ ആ MLA, ഇപ്പോഴത്തെ ആ MLA ആയ വ്യക്തിയെ അവരെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണോ പാർട്ടി വളർത്തുന്നത്? അതുകൊണ്ട് ഇതിന്ന് മാറി സഞ്ചരിച്ചാൽ കേരളത്തിൽ ഇവർ 0 ആകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അതുകൊണ്ട് ഇപ്പം കറക്ഷണൽ മെത്തേഡൊക്കെ പാർട്ടി സ്വീകരിച്ചു വരുന്നുണ്ട്, നല്ല കാര്യം. കാരണം കോൺഗ്രസിന് ബദലായിട്ട് ഇവിടെ വേറൊരു പാർട്ടി വരാൻ സാധ്യതയില്ല, CPM മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വരട്ടെ. കുറച്ചുകൂടെ ഒരു നേതാക്കന്മാർ ഒരു തലമുറ ഇവിടെ ഉണ്ടാകാത്ത സത്യമായിട്ട് പറയാൻ പഠിക്കണം. എല്ലാത്തിനും ഇതുപോലെയുള്ള കള്ളങ്ങളും പുതിയ കഥകളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ വിലപ്പോകില്ല. EP ജയരാജനെതിരായിട്ട് കൃത്യമായ കോഗ്നിസൻസ് കോടതി എടുക്കും. കാരണം അത് ഇപ്പോഴത്തെ UDF അത് ആ കോടതിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സത്യമല്ലേ എഴുതി വെക്കാനൊക്കെ ഉള്ളൂ. നമ്മൾ കണ്ടല്ലോ കള്ളം പറഞ്ഞ് ആലപ്പുഴയിലെ ആ MLA മർദ്ദിച്ച സമയത്ത് അവിടുത്തെ ADGP കൃത്യമായിട്ട് ആ ഫയൽ ഇവിടെ വിളിച്ചു വരുത്തി ആ ഫയലിനകത്ത് മുഴുവൻ കള്ളം ചേർത്ത് എഴുതി വെപ്പിച്ച് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ADGP പ്രതിയാവുമല്ലോ. കാരണം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അതുകൊണ്ട് ഈ കള്ളം വിളിച്ച് നേരത്തെ ഉണ്ടായിരുന്ന LDF കഴിഞ്ഞ 10 വർഷം പല ആൾക്കാർക്ക് ഇത് പറ്റിയിട്ടുണ്ട്. അതൊരു പാർട്ടിയുടെ നയമാണോ എന്ന് എനിക്കറിയത്തില്ല. ചില വ്യക്തികളാണ് അതിനകത്ത് ഇതുപോലെ രീതിയിൽ പാർട്ടിയെ നശിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.